രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 42ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും നാരായണീയം, എല്ലാ ചൊവ്വാഴ്ച ദിവസവും നമുക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. മോക്ഷം വേണമെന്നുള്ളവർക്ക് വെള്ളിയാഴ്ച ധർമ്മപദം, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, ജ്യോതിഷമുണ്ട്. ആ ജ്യോതിഷമെന്നും പറഞ്ഞോ അസ്ട്രോളജി എന്ന് പറഞ്ഞോ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എന്നെ വിളിച്ചാൽ മതി. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാടി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ എപ്പിസോഡ് പാടിത്തരുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതയും നിങ്ങൾക്കെല്ലാം പ്രിയങ്കരിയുമായി മാറിയ കൃഷ്ണശ്രീയാണ്. കൃഷ്ണശ്രീയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിലൂടെ മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ കൃഷ്ണശ്രീയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ അത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. ആസ്തിത്തോധമഹരാലയേയതാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവതു പാശ്രയസ്തദാ വേധസാ പദമത പുരൈവവാ.
അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് അതിമനോഹരമായി പാടിത്തന്നത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാൻ, നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ നിത്യവും രാധയെ പൂജിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്, അത് കേൾക്കണം. നിത്യവും രാധികാ കവചം ജപിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നിശ്ചയമായും നിങ്ങളത് കേട്ടിരിക്കണം. അതേ കണക്ക് തന്നെ രാധികാ കവചം പഠിപ്പിച്ച ഒരു ക്ലാസ് ഉണ്ട്, അതും നിങ്ങൾ നിശ്ചയമായും കേട്ടിരിക്കണം. രണ്ടാമത്തെ രാധികാ കവചവും ഞാൻ പഠിപ്പിക്കുന്നു, അതിൻ്റെ ക്ലാസ്സും ഉണ്ട്, അതും നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കേട്ടിരിക്കണം. പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു, ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. അഷ്ടാവക്ര ഗീതയുണ്ട്, അത് കേൾക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടോ. ആസ്തിതോऽഥ മഹാരലയേയത ശേഷവക്ത്രം ദഗനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസ പദമത ഭൂരവൈ ഭൂരൈവ വാം. അർത്ഥം എഴുതിക്കോ. ആസ്ഥിത, ആസ്ഥിത അർത്ഥം സ്ഥിതി ചെയ്യുക, കോമ വസിക്കുക, താമസിക്കുക. ആസ്ഥിത അർത്ഥം സ്ഥിതി ചെയ്യുക, കോമ താമസിക്കുക. അഥ, അഥ പിന്നെ. മഹരാലയെ, മഹരാലയെ അർത്ഥം മഹർ ലോകത്തിൽ. അതൊരു ലോകത്തിൻ്റെ പേരാണ്, ഞാൻ പറഞ്ഞു തരാം. മഹർ ലോകത്തിൽ. ശേഷ അർത്ഥം അനന്തൻ, ശേഷ അനന്തൻ. വക്ത്രം അർത്ഥം മുഖം. ദഹന ഊഷ്മണ അർത്ഥം അഗ്നിയുടെ ചൂടിനാൽ. ദഹന ഊഷ്മണ അർത്ഥം അഗ്നിയുടെ ചൂടിനാൽ. ആർദ്യതേ, ആർദ്യതേ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ആർദ്യതേ പീഡിപ്പിക്കപ്പെടുമ്പോൾ. ഈയതേ, ഈയതേ പ്രാപിക്കുന്നു, ഈയതേ പ്രാപിക്കുന്നു. ഭവത്, ഭവത് അങ്ങയെ, ഭവത് അങ്ങയെ. ഉപാശ്രയ, ഉപാശ്രയ ശരണം പ്രാപിച്ച്, ഉപാശ്രയ അർത്ഥം ശരണം പ്രാപിച്ച്. തഥാ അപ്പോഴോ, മനസ്സിലെ തഥാ അപ്പോഴോ. വേദസ, വേദസ ബ്രഹ്മാവിൻ്റെ, വേദസ ബ്രഹ്മാവിൻ്റെ. പദം, പദം ലോകം, ലോകം. വേദസ പദം ബ്രഹ്മലോകം, വേദസ പദം ബ്രഹ്മലോകം. പുരൈവ വ, പുരൈവ വ പിരിച്ചെഴുതിയാൽ പുര അധികം ഏവ അധികം വ, പുര അധികം ഏവ അധികം വ. ചേർത്തെഴുതുമ്പം പുരൈവ വ. പുരൈവ വ എന്ന് പറഞ്ഞാൽ അതിനു മുൻപായോ, അതിന് മുൻപായോ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തരാം. അനന്തരം മഹർലോകത്തിലെത്തിയ ഭഗവാന്റെ ഭക്തൻ അനന്തൻ്റെ മുഖത്തു നിന്നുയരുന്ന ചൂട് കൊണ്ട് ദുഃഖിതനായി തീരുമ്പോഴോ അങ്ങനെ ചൂടേൽക്കുന്നതിനു മുൻപോ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങയെ ആശ്രയിച്ച് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ അർത്ഥം മനസ്സിലായല്ലോ. അനന്തരം മഹർലോകത്തിലെത്തിയ ഭഗവാന്റെ ഭക്തൻ അനന്തൻ്റെ മുഖത്തു നിന്നുയരുന്ന ചൂടുകൊണ്ട് ദുഃഖിതനായി തീരുമ്പോഴോ അനന്തൻ ആ ചൂട് പ്രവഹിപ്പിക്കുന്നതിന് മുൻപോ ഭഗവാന്റെ ഭക്തൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഇതാണ് ഇതിനകത്ത് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വരി എടുത്ത് പഠിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് നോക്കാം. നോക്കേ. ആസ്തിതോ അഥ മഹരാലയെ യഥാ. ആസ്തിതോ, ആസ്തിതോ സ്ഥിതി ചെയ്യുന്നു. നല്ല വ്യക്തമായി പഠിക്കുക. ആസ്തിതോ സ്ഥിതി ചെയ്യുന്നു. അഥ പിന്നെ. മഹരാലയെ മഹർലോകത്തിൽ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ശരീരം വേർപെട്ട സൂക്ഷ്മ ശരീരം ആത്മാവ് ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് പറഞ്ഞത്. അങ്ങനെ ധ്രുവപദത്തിൽ ശരീരം, സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ്
ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു. ഈ ധ്രുവപദത്തിലെത്തിയ ജീവൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞതിനകത്ത് ജീവൻ എങ്ങനെയാണ് ധ്രുവപദത്തിലെത്തിയതെന്ന് പറഞ്ഞു. ധ്രുവപദത്തിലെത്തുന്ന ജീവൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ധ്രുവപദത്തിൽ നിന്നും ഏത് ലോകത്തിലേക്ക് വേണമെങ്കിലും അവിടെ എത്തുന്ന ആത്മാവിന് പോകാൻ സാധിക്കും. ആ ആത്മാവിന് ആഗ്രഹം വേണമെന്ന് മാത്രം. ഇപ്പൊ അവിടെ എത്തുന്ന ഒരാത്മാവിന്, ഇപ്പൊ രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ആള് മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ ആത്മാവ് ധ്രുവപദത്തിലെത്തി. അപ്പൊ അയാൾക്കൊരാഗ്രഹം, ഈ ബ്രഹ്മാണ്ടം മുഴുവനും ഭഗവാന്റെ വിഭൂതികളാണല്ലോ. അപ്പൊ ഭഗവാന്റെ വിഭൂതികളായ മറ്റു ബ്രഹ്മാണ്ടങ്ങളിൽ പോയിട്ട് അവിടുത്തെ സ്ഥിതി എന്തൊക്കെയാണെന്ന് കാണുക, അവിടുത്തെ ഐശ്വര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കണം എന്നൊരാഗ്രഹം ഈ മരിച്ചു ചെല്ലുന്ന ആളിനുണ്ടെങ്കിൽ നിശ്ചയമായും അവർക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോകാനായിട്ട് കഴിയും. നല്ലോണം മനസ്സിലായില്ലേ? ഇതൊക്കെ അനുഭവിച്ചിട്ട് മതി ഈശ്വരപ്രാപ്തി എന്നൊരാൾ വിചാരിച്ചാൽ അത് മതി. ഇപ്പൊ ധ്രുവപദത്തിലെത്തുന്ന ഒരാത്മാവിന് കുറെ നാൾ അവിടെ കഴിയാം, അവിടെ നിന്ന് ഉടനെ ഗോലോകത്ത് പോകാം. അതല്ല, ഭഗവാന് ഇഷ്ടം പോലെ മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം എന്ന് തോന്നുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മറ്റു മണ്ഡലങ്ങളിൽ പോകുന്നത് ഭോഗസുഖങ്ങൾ അനുഭവിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, ഒരു കൗതുകം. അങ്ങനെ ഒരാൾക്കൊരാഗ്രഹം തോന്നിയാൽ ധ്രുവപദത്തിൽ നിന്നും ഈ ആത്മാവ് നേരെ ചെല്ലുന്നത് എവിടെയാണെന്നറിയാമോ? മഹർലോകത്തിലാണ്. ആ ലോകത്തിൻ്റെ പേരാണ് മഹർലോകം. അതായത് ധ്രുവപദത്തിൽ നിന്ന് 1 കോടി യോജന മുകളിലാണ് മഹർലോകം. ഇത് വിഷ്ണു പുരാണം 2-ാം ഭാഗം 7-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഈ മഹർലോകത്തിലാണ് നമ്മുടെ നാരദ മുനിയും ഭൃഗുമുനിയും മാർക്കണ്ഡേയനും മറ്റുള്ളവരുമൊക്കെ വസിക്കുന്നത് ഈ മഹർലോകത്തിലാണെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു കാര്യവും കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. ധ്രുവപദം പോലെ അല്ല ഏതെന്ന് പറയുന്നത് മഹർലോകം. ധ്രുവപദം പ്രളയത്തിൽ പോലും നശിക്കില്ല. പക്ഷേ മഹർലോകം പ്രളയത്തിൽ നശിച്ചിരിക്കും. അപ്പൊ ഈ 1-ാമത്തെ വരിയുടെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, എങ്ങനത്തെ മനുഷ്യൻ, നമ്മളെ പോലുള്ളവൻ മരിച്ചാലല്ല, ഭഗവാന്റെ ഉത്തമനായ ഭക്തൻ, ഭഗവാന്റെ ജ്യോതിസിനെ മാത്രം ധ്യാനിച്ച് ജീവൻ വെടിയുന്ന ഭക്തൻ ധ്രുവപദത്തിൽ എങ്ങനെ എത്തുമെന്ന് പഠിച്ചു. ആ ധ്രുവപദത്തിലെത്തുന്ന ആത്മാവിന് ഭഗവാൻ വസിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഉടനടി ഗോലോകത്ത് പോകാം. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ പോകുന്നത് മഹർലോകമാണ്. ആ മഹർലോകത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ധ്രുവലോകത്ത് നിന്ന് 1 കോടി യോജന മുകളിലാണ്. ഭൃഗുമുനിയും നാരദമുനിയും മാർക്കണ്ഡേയനുമൊക്കെ അവിടെ വസിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവ് നേരെ മഹർലോകത്തിൽ ചെല്ലും. ഒരിക്കലും ധ്രുവലോകത്തേക്കാൾ വലിയ ലോകമല്ല മഹർലോകം. കാരണം ധ്രുവലോകം പ്രളയത്തിലും നശിക്കില്ല, മഹർലോകം പ്രളയത്തിൽ നശിച്ചു പോകും. ഒരു കൗതുകം കൊണ്ട് ആത്മാവ് പോകുന്നു. ഇനി നമുക്ക് 2-ാമത്തെ വരിയിലേക്ക് വരാം. 2-ാമത്തെ വരി എന്താ? ശേഷവക്ത്രദേഹനോഷ്മണാർദ്യതേ. ശേഷൻ അനന്തൻ, വക്രം മുഖം, പിന്നെ ദഹന ഊഷ്മണ അഗ്നിയുടെ ചൂടിനാൽ ആർദ്യതയെ പീഡിപ്പിക്കപ്പെടുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ധ്രുവപദത്തിൽ നിന്ന് മഹർലോകത്തിലേക്ക് ഒരു ആത്മാവ് എത്തുന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണ്. കൽപ്പാവസാനത്തിൽ ഈ ലോകങ്ങൾ മുഴുവൻ നശിപ്പിക്കണമെന്ന് ഭഗവാൻ തീരുമാനിക്കും. അങ്ങനെ കൽപ്പാവസാനം എത്തുമ്പോൾ സകല ലോകങ്ങളെയും നശിപ്പിക്കും. ധ്രുവലോകം ഒഴിച്ചുള്ള എല്ലാ ലോകങ്ങളും നശിക്കും.
എങ്ങനെയാണ് ഈ ലോകങ്ങൾ നശിപ്പിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ശേഷനുണ്ടല്ലോ, അനന്തൻ, ആ 1000 തലയുള്ള ആദിശേഷന്റെ മുഖത്ത് നിന്ന് പ്രളയാഗ്നി ഉത്ഭവിക്കും. ആദിശേഷന്റെ മുഖത്ത് നിന്ന് അതിഭയങ്കരമായ പ്രളയാഗ്നി അങ്ങനെ ഉത്ഭവിക്കും. ആ അഗ്നി സർവ്വലോകങ്ങളെയും വിഴുങ്ങും, സകല ലോകങ്ങളെയും വിഴുങ്ങും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ പ്രളയം വരുന്ന കാലം വരെ ഈ അഗ്നി, അത് കഴിഞ്ഞ് പ്രളയം വരും. ആ പ്രളയം വരുന്നത് വരെ ബ്രഹ്മലോകവും വൈകുണ്ഠവും കൈലാസവും നിൽക്കും. പ്രളയം വന്നു കഴിഞ്ഞാൽ ബ്രഹ്മലോകവും വൈകുണ്ഠവും കൈലാസവും തീരും. അതാണ് അതിൻ്റെ സംഭവം. പക്ഷേ അപ്പോഴും നിൽക്കുന്ന ഒന്നുണ്ട്, ധ്രുവലോകം. അതാർക്കും തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കൽപ്പാവസാനത്തിൽ ഒരുമാതിരിപ്പെട്ട, അതായത് കൈലാസം, വൈകുണ്ഠം, ധ്രുവപദം, ബ്രഹ്മലോകം, ഇതൊഴിച്ചുള്ള സകല ലോകങ്ങളെയും നശിപ്പിക്കാനായി ഭഗവാൻ തീരുമാനിക്കും. അപ്പോൾ ആദിശേഷന്റെ മുഖത്ത് നിന്ന് ഭയങ്കരമായ ഒരു അഗ്നിഗോളം ഉത്ഭവിക്കും. ഈ അഗ്നിഗോളം ഓരോ ഭഗവാന്റെ മണ്ഡലങ്ങളിലും ചെന്ന് അതിനെയൊക്കെ വിഴുങ്ങി ഇല്ലാതാക്കും. അപ്പോഴ് 4 ലോകം നിൽക്കും, ധ്രുവലോകം, ബ്രഹ്മലോകം, പിന്നെ കൈലാസം, അതേ കണക്ക് തന്നെ വൈകുണ്ഠം. പക്ഷെ പ്രളയകാലം വരുമ്പോൾ ധ്രുവപദമൊഴിച്ചുള്ള മറ്റു ലോകങ്ങളും പ്രളയകാലത്ത് എന്ത് ചെയ്യും? നശിക്കും. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് വരാം. ഈയതേ ഭവതുപാസ്മയസ്തഥാ. അതാണ് 3ാമത്തെ വരി. ഈയതേ പ്രാപിക്കുന്നു, ഭവത് അങ്ങയെ, ഉപാശ്രയ ശരണം, തഥാ അപ്പോഴോ. മനസ്സിലായ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു കൽപ്പ അവസാനം വരും. കൽപ്പ അവസാനം വരുമ്പം ആദിശേഷന്റെ മുഖത്ത് നിന്ന് ഒരു വലിയ അഗ്നിഗോളം വന്ന് ഓരോരോ മണ്ഡലങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കും. ആ അഗ്നി മഹർലോകത്തും എത്തും. മഹർലോകത്തെത്തി മഹർലോകത്തുള്ളവരെയും വിഴുങ്ങാം. അപ്പോൾ എന്ത് ചെയ്യും? ഈ അഗ്നിയുടെ ചൂട് അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ, ദൂരെ നിന്നെ അഗ്നിയുടെ ചൂട് അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ മഹർലോകത്തിലുള്ളവര് എന്ത് ചെയ്യുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിക്കുന്നു. എന്നും ആപത് ബാന്ധവനും ഭക്തവത്സലനുമാണല്ലോ ഭഗവാൻ. അങ്ങനെ ആദിശേഷന്റെ മുഖത്ത് നിന്നുള്ള അഗ്നിയുടെ ചൂട് അടിച്ചു തുടങ്ങുമ്പോൾ മഹർലോകത്തുള്ളവര് ഭഗവാനെ അഭയം പ്രാപിക്കും. ഇനി ആ അഗ്നിയുടെ ചൂട് അടിക്കുന്നതിന് മുമ്പ് തന്നെ മഹർലോകത്തിരുന്ന് അവർക്ക് മതിയായെങ്കിൽ അപ്പോഴും അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിക്കാം. കൃഷ്ണനും രാധാറാണിയും അവരെ ഗോലോകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് 4ാമത്തെ വരിയിലേക്ക് വരാം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? വേദസ പദമത പുരൈവവാം. വേദസ പദം ബ്രഹ്മലോകം. മനസ്സിലേ? പുരൈവവ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ തന്നെയോ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശേഷന്റെ മുഖത്ത് നിന്നും അഗ്നിയുടെ ചൂട് മഹർലോകത്തെത്തും. അങ്ങനെ എത്തുമ്പോൾ അവിടെയുള്ളവർ ഭഗവാന് അഭയം പ്രാപിക്കാം. എന്നാൽ പ്രളയാഗ്നി തുടങ്ങുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല. അതിനു മുൻപ് വേണമെങ്കിലും അഭയം പ്രാപിക്കാം. അത് കാണിക്കാനാണ് ഈ അവസാനത്തെ വരിയിൽ പുരൈവവ എന്ന് പറയുന്നത്. അങ്ങനെ പ്രളയാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന നിമിഷം ദിവ്യ പുരുഷന്മാര് അവിടെ എത്തിച്ചേരും. എന്നിട്ട് അവരെ ബ്രഹ്മലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് മഹർലോകത്ത് താമസിക്കുമ്പോൾ ആദിശേഷന്റെ മുഖത്തെ ചൂട് പതിക്കാൻ തുടങ്ങുമ്പോഴോ അതല്ല അതിനു മുമ്പ് തന്നെയോ അവർക്ക് തോന്നുന്നു മതി, മഹർലോകത്തെ ജീവിതം മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രഹ്മദേവന്റെ സത്യലോകത്ത് നിന്നും ദേവദൂതന്മാര് മഹർലോകത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പൊ നിങ്ങൾക്ക് വഴികളൊക്കെ നല്ല മനസ്സിലായില്ലേ? ആത്മാവ് ധ്രുവലോകത്തിലെത്തും, ധ്രുവലോകത്തു നിന്ന് മഹർലോകത്തിലെത്തും,
ഈ മഹർലോകത്തിൽ വേണമെങ്കിൽ കൽപ്പാവസാനം വരെ കഴിയാം. കൽപ്പാവസാനം വരെ അവിടെ താമസിക്കാം. കൽപ്പകാലം വരുമ്പോൾ ആദിശേഷന്റെ മുഖത്തുനിന്ന് പ്രളയാഗ്നി വരും. അതല്ല, കൽപ്പകാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഇനി ഗോലോകത്തേക്ക് പോകണമെന്ന് വെച്ചാൽ അങ്ങനെയും പോകാം. അപ്പോൾ ഒരു വ്യക്തി മഹർലോകത്തിലെത്തുന്നു, അവിടെ ഇങ്ങനെ താമസിക്കുന്നു. അപ്പൊ കൽപ്പകാലം എത്തി. അങ്ങനെ എത്തുമ്പോൾ ആദിശേഷന്റെ മുഖത്ത് നിന്ന് അഗ്നിഗോളം വരും. ആ അഗ്നിഗോളം മറ്റു മണ്ഡലങ്ങളിൽ എത്തുമ്പോൾ തന്നെ അതിൻ്റെ ചൂട് മകർലോകത്തടിക്കും. അപ്പൊ ആ സമയത്ത് അവിടെ ഉള്ളവർക്ക് ബ്രഹ്മലോകത്തേക്ക് പോകാൻ വേണ്ട ഏർപ്പാടുകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്യും. അപ്പൊ ബ്രഹ്മലോകത്തിൽ നിന്ന് ദേവദൂതന്മാർ വന്ന് മഹർലോകത്തുള്ള നാരദ മഹർഷിയെയും ഭൃഗു മഹർഷിയെയും മറ്റവിടെ ആരൊക്കെ ഉണ്ടോ, മാർക്കണ്ഡേയൻ, അവിടെ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാവരെയും സത്യലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇതൊരിക്കലും ഒരു ഭക്തൻ ആയാസകരമല്ല, ഇതൊരു ഉല്ലാസകരമായ തീർത്ഥയാത്ര. അപ്പൊ നമ്മളിവിടുന്ന് മൂകാംബിയയ്ക്ക് പോകുന്നു, മൂകാംബിയയിൽ നിന്ന് നേരെ വൃന്ദാവനത്തിൽ പോകുന്നു, വൃന്ദാവനത്തിൽ നിന്ന് നേരെ ഹരിദ്വാറിൽ പോകുന്നു, അവിടുന്ന് ബദരീനാഥിൽ പോകുന്നു. ഇതുപോലെ ഒരു കൊച്ചു തീർത്ഥയാത്ര മാത്രമാണ് ഒരു ഭക്തന്. അല്ലാതെ അഗ്നിഗോളം വരുന്നു, നമ്മൾ പേടിക്കണം, ചൂട് തട്ടും, അങ്ങനെ ഒന്നുമില്ല അവിടെ. കാരണം അവർ ഉറപ്പായിട്ടും സുരക്ഷിതര് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ അർത്ഥം മനസ്സിലായല്ലോ. ധ്രുവപദം, ധ്രുവപദത്തിൽ നിന്ന് മകർലോകത്തിലെത്തുന്നു. കൽപ്പകാലം വരെ അവിടെ കഴിയാൻ പറ്റും. മകർലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ധ്രുവപദത്തിൽ നിന്ന് 1 കോടി യോജന അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ മകർലോകം എന്ന് പറയുന്നത്. അവിടെ നാരദമുനി, ഭൃഗുമുനി എല്ലാം ഉണ്ട്. കൽപ്പകാലം വരെ കഴിയാം. കൽപ്പകാലം എത്തുന്നതിന് മുമ്പ് തന്നെ മോക്ഷം വേണമെന്ന് തോന്നിയാൽ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ അപ്പോഴേ ഗോലോകത്തെത്താം. അതല്ല, ഇനിയും അവിടെ കഴിയണമെങ്കിൽ കൽപ്പകാലം എത്തും. അപ്പൊ ആദിശേഷന്റെ മുഖത്ത് നിന്ന് പ്രളയാഗ്നി വരും. ആ പ്രളയാഗ്നി വരുമ്പം ബ്രഹ്മദേവന്റെ ദൂതന്മാർ വന്ന് നമ്മളെ കൂട്ടി ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ ആർക്കാണ് സാധിക്കുന്നത്? ഭഗവാന്റെ ജ്യോതിസിനെ മാത്രം ധ്യാനിക്കുകയും ബന്ധങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. അപ്പൊ രാധേ രാധേ എന്ന ചാനലിന്റെ പ്രേക്ഷകരെ, നിങ്ങൾ എന്നാണോ എൻ്റെ മോൻ, എൻ്റെ മോള്, ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, സഹോദരൻ, സഹോദരി, സുഹൃത്ത്, ഇതിനകത്തൊക്കെ എന്നാണോ നിങ്ങൾ താല്പര്യം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത്, അങ്ങനെ ഉപേക്ഷിക്കാത്ത ഒരാൾക്കും ഭഗവാന്റെ ഉത്തമ ഭക്തനാകാനും കഴിയില്ല, ഈ ലോകങ്ങളിൽ എത്താനും കഴിയില്ല. കാരണം നമ്മളിപ്പോൾ പ്രണയത്തിൽ പറയുന്ന സിദ്ധാന്തം തന്നെ. പ്രണയത്തിൽ എന്താ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്? എന്നെ മാത്രം സ്നേഹിക്കണം. കെട്ടിയവൻ അയാളുടെ അമ്മയ്ക്ക് അമിത സ്നേഹം കൊടുത്താൽ പോലും ഭാര്യ സഹിക്കത്തില്ല. 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്താൽ പറയും അയാളമ്മ അമ്മ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാ പിന്നെ എന്നെ എന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തത്? അപ്പോൾ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് പുരുഷന്റെ സ്നേഹം അവൾക്ക് തന്നെ വരണം. ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് സ്ത്രീയുടെ സ്നേഹം അവന് തന്നെ വരണം. എല്ലാം മറന്ന് പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കണം, എല്ലാം മറന്ന് സ്ത്രീ പുരുഷനെ സ്നേഹിക്കണം. വേറെ ആരെയും സ്നേഹിക്കുന്നത് അവർക്ക് സഹിക്കില്ല. അതുപോലെ ഇവിടെ നിങ്ങൾ സകലതും മറന്ന് ഭഗവാനെ സ്നേഹിക്കണം. അപ്പോഴേ ഭഗവാനും ഇങ്ങോട്ട് അതേ കണക്ക് അടുക്കത്തുള്ളൂ. അല്ലാതെ വലത്തെ കക്ഷത്തില് മോൻ, ഇടത്തെ കക്ഷത്തില് മോള്, തോളില് ഭർത്താവ്, തലയില് സഹോദരങ്ങള്, നടുവില് സുഹൃത്തുക്കള്, ഇതിനെയൊക്കെ ചുമന്നിങ്ങനെ കൂന് പിടിച്ച് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂനി ഇങ്ങനെ എത്ര ജന്മങ്ങൾ കൂഞ്ഞതാ. ഇനിയെങ്കിലും ഈ കൂനൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അതുകൊണ്ടൊരു കാര്യം ചെയ്യ്. ഭർത്താവ്, ഭാര്യ, മക്കള് ഇതൊന്നും വേണ്ടാന്നല്ല, ഒട്ടാതെ, ഇതിനോടൊന്നും ഒട്ടാതെ, അവരുടെ ഒട്ടാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ കാര്യങ്ങളിൽ ദുഃഖിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യാതിരിക്കുക. മക്കൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുക, അതിനപ്പുറത്തേക്ക് മാറി നിങ്ങളങ്ങ് ആദ്യം എടുക്കുക. മക്കൾക്ക് പരീക്ഷ വന്നു കഴിഞ്ഞാൽ എന്താണ്? ലീവും എടുത്ത് കയറിയിരിക്കും. അവൻ തോറ്റുപോയാൽ അവനേക്കാൾ കൂടുതൽ തള്ളകരയും. ഇങ്ങനെ ഒട്ടല് വരാതിരിക്കുക. മോടെ കല്യാണം നടക്കുന്നില്ല, പരിശ്രമിക്കുക. നടക്കുന്നില്ലെങ്കിൽ ആ മോള് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കയ്യിലിരിപ്പിന്റെ ഫലമാണ്. ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം മുഴുവൻ ഒരു കാമുകന്റെ സ്നേഹം ആഗ്രഹിക്കുന്നത് പോലെ
ഒരു കാമുകൻ കാമുകിയുടെ സ്നേഹം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ മക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിട്ട് ഭഗവാനെ മാത്രം ആശ്രയിച്ച് ഭഗവാന്റെ രൂപം മാത്രം ധ്യാനിച്ചു കഴിയുമ്പോൾ ഭഗവാൻ തന്നെ ആ രൂപത്തെ ഇല്ലാതാക്കി ജ്യോതിസിന്റെ ആകൃതിയിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിസ് കാണുമ്പോൾ ബ്രഹ്മരഹസ്യം തുറന്നു കിട്ടുകയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ശരീരം ഉപേക്ഷിക്കാം. ആ ശരീരം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ശരീരം നേരെ പല പല കാര്യങ്ങൾ പിന്നിട്ട് ധ്രുവലോകത്തെത്തും. അവിടുന്ന് ഒന്നുകിൽ ഡയറക്റ്റ് ട്രെയിൻ ഗോലോകത്തേക്ക്, അതല്ല ഒന്നും കൂടെ അവിടെയൊക്കെ കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മഹർലോകത്തേക്ക്, കൽപ്പകാലം വരുമ്പം ബ്രഹ്മലോകത്തേക്ക് അവിടുന്ന് പോകാം. അതല്ല ഉടൻ ഗോലോകത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട രാധാപ്രേക്ഷകരെ, ഒട്ടല് മാറ്റൂ. നിങ്ങളുടെ മക്കളെ നടുക്ക് ജീവിച്ചു, ഒട്ടല് മാറ്റി നാരായണനെ ആശ്രയിക്കൂ. സാക്ഷാൽ നാരായണനെ ആശ്രയിക്കൂ, രാധാകൃഷ്ണന്മാരെ ആശ്രയിക്കൂ. ഓം രാധാകൃഷ്ണായ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങയെ മാത്രം ആശ്രയിക്കുന്നു, അങ്ങയെ മാത്രം ആശ്രയിക്കുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞങ്ങളെയും ധ്രുവലോകത്തിൽ കൊണ്ടുപോകണേ. ഒട്ടല് മാറ്റാനുള്ള കരുത്ത് തരണേ. മക്കള് സുഹൃത്തുക്കള് ഈ ഒട്ടലിൽ നിന്ന് മോചിപ്പിക്കണേ എൻ്റെ ഗുരുവായൂരപ്പ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.